ശബരിമലയിലെ 18-ാം പടിക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന കൽത്തൂണുകൾ വലിയ വിവാദത്തിലെത്തുകയാണ്. തീർത്ഥാടകരെ പടികയറ്റി വിടുന്നതിന് ഈ കൽത്തൂണുകൾ തടസ്സമാകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 18-ാം പടി വഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരാ എന്ന് ദേവസ്വം ബോർഡ് വിമർശിക്കുമ്പോഴാണ് പോലീസിന്റെ ഈ വിശദീകരണം. കൊത്തുപണികളോടെയുള്ള കൽത്തൂണുകൾക്ക് മുകളിൽ ഫോൾഡിംഗ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി. നിലവിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പടിപൂജ ടാർപോളിൻ കെട്ടിയാണ് നടത്തുന്നത്. പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്താനാകും. ഇതോടൊപ്പം സ്വർണം പൂശിയ 18-ാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം. ഇതായിരുന്നു ഉദ്ദേശം. എന്നാൽ അപൂർണമായി നിൽക്കുന്ന ഈ തൂണുകൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നാണ് പോലീസിന്റെ പ്രധാന പരാതി. തീർത്ഥാടകരെ 18-ാം പടി വഴി കയറ്റാനായി പോലീസ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ തൂണുകൾ സ്ഥാപിച്ച സ്ഥലത്താണ്. തൂണുകൾ വെച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടായി എന്ന് SP വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് 1 മിനിറ്റിൽ 75 പേരെയെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതും അതിന് കഴിയില്ല എന്ന് ADGP വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതും ഇത് വാർത്തയാകുന്നതും. ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ നിലവിലൊരു കേസുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി വഴിപാടായാണ് ഇത് നിർമ്മിക്കുന്നത്. 18-ാം പടിക്ക് ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുവശത്തും 4 എണ്ണം വീതം 8 തൂണുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 2 എണ്ണം ഏകദേശം 18-ാം പടിയുടെ മധ്യത്തിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ബാക്കിയുള്ളവ വലിയ നടപ്പന്തലിലെ ബാരിക്കേഡ് തുറക്കുന്നിടത്ത് നിന്നും 18-ാം പടി വരെയാണ്. 18-ാം പടിയുടെ ഏകദേശം മധ്യഭാഗത്തായുള്ള തൂൺ വന്നിരിക്കുന്ന ഇടത്തിരുന്നാണ് പോലീസുകാർ തീർത്ഥാടകരെ പടി കയറ്റി വിട്ടിരുന്നത്. ഇപ്പോൾ പോലീസിന് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. പടിയിൽ ഇറങ്ങി നിൽക്കുകയും വേണം. ഇതോടെ കയറിപ്പോകുന്നവർ ഞെരുങ്ങുകയും ഒരേ സമയം കയറുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യും. നേരത്തെ 18-ാം പടിക്ക് ചില്ല് പോലെ സുതാര്യമായ കാർബോളിക് ഷീറ്റ് കൊണ്ടായിരുന്നു മേൽക്കൂര. ഇത് ദോഷമാണെന്ന് പ്രവചിച്ചാണ് ഇപ്പോൾ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം ടാർപോളിനാണ് കിട്ടിയത്. ദേവപ്രശ്നത്തിൽ ദോഷം നീങ്ങാതെ വന്നപ്പോഴാണ് ഹൈഡ്രോളിക് റൂഫ് എന്ന ആശയം വന്നത്. ഇതിന് സ്പോൺസറേയും കണ്ടെത്തി പണി തുടങ്ങി. തൂണുകൾ വെച്ചത് പോലീസുകാർക്ക് ഡ്യൂട്ടി ചെയ്യാൻ ഗ്രിപ്പുണ്ടായിരുന്ന 18-ാം പടിയുടെ വശത്താണ്. തൂണിന്റെ ഭാഗം തള്ളി നിൽക്കുന്നതിനാൽ പോലീസുകാർക്ക് പഴയതുപോലെ തീർത്ഥാടകരെ വലിച്ചു കയറ്റി വിടാനും ഗ്രിപ്പില്ല. 18-ാം പടി കുത്തനെയുള്ളതും കാലുകൾക്ക് പിടുത്തമില്ലാത്തതുമാണ്. ബലം പ്രയോഗിച്ച ഒരാളെ വലിച്ചു കയറ്റി വിടാൻ പോലീസുകാർ ശ്രമിച്ചാൽ കാലിന് പിടുത്തം കിട്ടില്ല. ഇവർ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് വെറും 2 വരിയായി മാത്രമേ പടി ചവിട്ടാൻ പറ്റുകയുള്ളൂ. മിനിറ്റിൽ 40 പേരിൽ കൂടുതൽ ഒരു കാരണവശാലും കയറിപ്പോകില്ല. പടിക്കെട്ടിൽ സഹായത്തിന് നിൽക്കുന്നത് പരിചയസമ്പത്ത് ഇല്ലാത്ത പോലീസുകാരാണെങ്കിൽ എണ്ണം അതിലും കുറയും. 1 മിനിറ്റിൽ ശരാശരി 85-നും 90-നും ഇടയിൽ പടി ചവിട്ടിയില്ല എങ്കിൽ ക്യൂവിൽ നിൽക്കുന്നവരുടെ അവസ്ഥ പരിതാപകരമാവുകയും ചെയ്യും. ഏതായാലും പോലീസുകാരുടെ ഈ ബുദ്ധിമുട്ട് കൂടി അവർ പറയുമ്പോൾ തീർച്ചയായും 18-ാം പടിക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കൽത്തൂണുകൾ വീണ്ടും വാർത്തയാവുകയാണ്.